നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഫാർമേഴ്സ് ബാങ്കിലേക്ക് പുതിയ ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. തൃശൂർ പൂരത്തിന് സുരക്ഷ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ പ്രാഥമിക ആലോചനാ യോഗം ചേർന്നു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ആലത്തൂരിലെ JLG കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത 2 പേരെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടപ്പുഴ പള്ളി സ്റ്റോപ്പിന് സമീപം ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം, ഒരാൾ മരിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര ഫാർമേഴ്സ് ബാങ്കിലേക്ക് പുതിയ ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി ഇടതുപക്ഷ സഹകരണ ജനാധിപത്യ മുന്നണിയുടെ 21 പേരും, ഐക്യ ജനാധിപത്യ സഹകരണ മുന്നണിയുടെ 17 പേരും, ജനാധിപത്യ സഹകരണ മുന്നണിയുടെ 5 പേരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. റിട്ടേണിംഗ് ഓഫീസറായ MS ദിനൂപിന് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സെപ്റ്റംബർ 1-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. സെപ്റ്റംബർ 1-ാം തീയതി കൊടകര ഫാർമേഴ്സ് ബാങ്കിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇടതുപക്ഷ സഹകരണ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ 21 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPIM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനത്തോടെ എത്തിയാണ് പത്രിക ബാങ്കിൽ സമർപ്പിച്ചത്. റിട്ടേണിംഗ് ഓഫീസർ ആയ MS ദിനൂപിന് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. KC ജെയിംസ് ആണ് ആദ്യ നാമനിർദ്ദേശ പത്രിക നൽകിയത്. തുടർന്ന് മറ്റ് 20 പേർ പത്രിക സമർപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം KJ ഡിക്സൺ, മുൻ ബാങ്ക് പ്രസിഡന്റ് AC വേലായുധൻ, CPIM ലോക്കൽ സെക്രട്ടറിമാരായ CM ബബീഷ്, KV നൈജോ, നേതാക്കളായ VK മുകുന്ദൻ, CV രവീന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൊടകര ഫാർമേഴ്സ് ബാങ്കിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ഐക്യ ജനാധിപത്യ സഹകരണ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് റിട്ടേണിംഗ് ഓഫീസറായ MS ദിനൂപിന് നാമനിർദ്ദേശ പത്രിക നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MK ഷൈൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വിനയൻ തോട്ടാപ്പള്ളി, DCC സെക്രട്ടറി TM ചന്ദ്രൻ, നേതാക്കളായ ഷാഫി കല്ലുപറമ്പിൽ, VR രഞ്ജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 17 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സെപ്റ്റംബർ 1-നാണ് തെരഞ്ഞെടുപ്പ്. കൊടകര ഫാർമേഴ്സ് ബാങ്കിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് 5 പേരെ മത്സരിപ്പിച്ച് ജനാധിപത്യ സഹകരണ മുന്നണിയും തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ സജീവമായി രംഗത്ത്. പൊതുവിഭാഗത്തിൽ TV പ്രജിത്ത്, KV ബാബു, പ്രദീപ് വാഴക്കാലി എന്നിവരും, വനിതാ വിഭാഗത്തിൽ സജിനി സന്തോഷും, പട്ടികജാതി സംവരണത്തിൽ PM കൃഷ്ണൻകുട്ടിയുമാണ് മത്സരിക്കുന്നത്. ഇവർ 5 പേരും കൊടകര ഫാർമേഴ്സ് ബാങ്കിലെത്തി റിട്ടേണിംഗ് ഓഫീസറായ MS ദിനൂപിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നേതാക്കളായ KG രഞ്ജിത്ത്, MN തിലകൻ, ഗോപി കരിമ്പറമ്പിൽ, VK മുരളി എന്നിവർ സന്നിഹിതരായിരുന്നു. തൃശൂർ പൂരത്തിന് സുരക്ഷ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ പ്രാഥമിക ആലോചനാ യോഗം ചേർന്നു. തൃശൂർ പൂരം നടത്തിപ്പിൽ സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യം നൽകി ക്രമീകരണങ്ങൾ പരിഷ്കരിച്ച് ജനസൗഹൃദമാക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നവപൂരം നടത്തിപ്പാണ് ലക്ഷ്യം. നിലവിലുള്ള പ്രശ്നങ്ങൾ കൃത്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കും. അതേസമയം നിയമങ്ങൾ അനുസരിച്ച്, ആചാരങ്ങൾ പാലിച്ച് പൂരം നടത്തിപ്പിന് പുതിയ രൂപരേഖ ഉണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആചാരക്രമങ്ങളിൽ യാതൊരു മാറ്റവും വരുത്തില്ല. എന്നാൽ പ്രായോഗിക തലത്തിൽ എല്ലാ വിഷയങ്ങളും പരിശോധിച്ച് ക്രോഡീകരിച്ച് സാങ്കേതിക നിയമ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി യോഗങ്ങൾ ചേരും. കോടതി അംഗീകരിക്കുന്ന പുനഃക്രമീകരണം നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. വെടിക്കെട്ട് പ്രദർശനം, കാണികൾക്ക് വീക്ഷിക്കുന്നതിന് ഏർപ്പെടുത്തിയ ദൂരം, ആന എഴുന്നള്ളിപ്പ്, വിവിധ ചടങ്ങുകൾ, പോലീസ് നിയന്ത്രണം, ഗതാഗതം, വഴിയോര കച്ചവടം തുടങ്ങിയവ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം, തിരുവമ്പാടി പാറമേക്കാവ് വടക്കുന്നാഥൻ ദേവസ്വം ഭാരവാഹികൾ, വെടിക്കെട്ട് ലൈസൻസികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തി. അടുത്ത ജനുവരിയോടെ രൂപരേഖ തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിവരശേഖരണത്തിന്റെ ഭാഗമായാണ് യോഗം നടത്തിയതെന്നും റിപ്പോർട്ട് കേന്ദ്ര വാണിജ്യം വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന് സമർപ്പിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി. റവന്യൂ മന്ത്രി K രാജൻ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു. പെസോ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിച്ചാണ് പൂരം നടത്തിപ്പ് നിർവഹിച്ചിരിക്കുന്നതെന്നും
കൂട്ടായ ചർച്ചയിലൂടെ പൂരപ്രേമികൾക്ക് സുഗമമായി പൂരം വീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സഹകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കളക്ടറേറ്റിലെ എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പി. ബാലചന്ദ്രൻ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ഡെപ്യൂട്ടി സെക്രട്ടറി ഭുവനേഷ് പ്രതാപ് സിംഗ്, വിശാൽ ത്രിപാഠി, ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ്സ് പി. കുമാരൻ, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, ADM ടി. മുരളി, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ, ദേവസ്വം പ്രതിനിധികൾ, വെടിക്കെട്ട് ലൈസൻസി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 78ാം സ്വാതന്ത്ര്യദിനം രാജ്യം മുഴുവൻ ആഘോഷിക്കാൻ പോകുന്ന വേളയിൽ ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പൗരന്മാരെ അവരുടെ വീടുകളിലും ഓഫീസുകളിലും ദേശീയ പതാക ഉയർത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തുടങ്ങിവെച്ച സംരംഭമാണ് ഹർ ഘർ തിരംഗ. രാജ്യസ്നേഹവും ദേശാഭിമാനവും വളർത്തിയെടുക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. NCC ഡയറക്ടർ ജനറലിന്റെ നിർദ്ദേശാനുസരണം ഇന്ത്യയിലെ വിവിധ വിദ്യാലയങ്ങളിലെ NCC കേഡറ്റുകൾ ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും 23 കേരള ബറ്റാലിയൻ NCCയുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. 23 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ പ്രകാശ് VV, തൃശൂർ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ മാർട്ടിൻ KA, കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണേങ്ങാടൻ, അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ സാബു AS എന്നിവർ സംസാരിച്ചു. വിദ്യാലയങ്ങളിൽ നിന്നുള്ള NCC ഓഫീസർമാർ, 23 കേരള ബറ്റാലിയന്റെ ഗേൾ കേഡറ്റ് ഇൻസ്ട്രക്ടർ പ്രസന്ന, ബറ്റാലിയനിൽ നിന്നുള്ള PI സ്റ്റാഫ് എന്നിവർ റാലിയിൽ പങ്കെടുത്തു. തൃശൂർ സെന്റ് തോമസ് കോളേജ്, സെന്റ് തോമസ് സ്കൂൾ, സെന്റ് തോമസ് തോപ്പ് സ്കൂൾ, കാൽഡിയൻ സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ നിന്നുള്ള 150ഓളം NCC കേഡറ്റുകൾ ദേശീയ പതാകയേന്തി റാലിയിൽ പങ്കെടുത്തു. സെന്റ് തോമസ് കോളേജിൽ നിന്നും ആരംഭിച്ച റാലി പാലസ് റോഡ് വഴി തിരിച്ച് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സമാപിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ആലത്തൂരിലെ JLG കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത 2 പേരെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് ആലത്തൂരിലെ JLG കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ CDS സംഘം ആലത്തൂർ തണ്ടാശ്ശേരി വീട്ടിൽ ഗീതു രതീഷിനെയും ഭർത്താവ് രതീഷിനെയും കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളെ തൃശൂരിലെ ഒളി സങ്കേതത്തിൽ നിന്നാണ് പിടികൂടിയത്. 3 കേസുകളിലായി 37 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പോലീസ് പറയുന്നത്. മുൻ ബാങ്ക് മാനേജർ, ബാങ്ക് സ്റ്റാഫ്, കുടുംബശ്രീ ചെയർപേഴ്സൺ, CDS ബ്ലോക്ക് കോർഡിനേറ്റർ, പോസ്റ്റ് വുമൺ എന്നിവരെ പ്രതിപ്പട്ടികയിൽ ചേർക്കണമെന്നാവശ്യപ്പെട്ട് പറപ്പൂക്കര ആലത്തൂർ സ്ത്രീ നീതി സമരസമിതിയുടെ നേതൃത്വത്തിൽ 1.5 മാസം മുൻപ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയിരുന്നു. കൂടപ്പുഴ പള്ളി സ്റ്റോപ്പിന് സമീപം ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം, ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രികനായ എലിഞ്ഞിപ്ര സ്വദേശി ചേർപ്പണത്ത് ദേവസി മകൻ 69 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട ബൈക്കുകളിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ച പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. ബുധനാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. ചാലക്കുടിയിൽ നിന്ന് എലിഞ്ഞിപ്ര ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഫ്രാൻസിസിന്റെ ബൈക്കിൽ എതിർദിശയിൽ നിന്നും വന്ന ബൈക്ക് തട്ടി നിലത്ത് വീഴുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഉടനെ തന്നെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ചാലക്കുടി മാർക്കറ്റ് റോഡിലെ വ്യാപാരിയാണ് ഫ്രാൻസിസ്. മൃതദേഹം സെന്റ് ജെയിംസ് ആശുപത്രി മോർച്ചറിയിൽ. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6565 രൂപ, പവന് 52,520 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കൊടകര ഫാർമേഴ്സ് ബാങ്കിലേക്ക് പുതിയ ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. തൃശൂർ പൂരത്തിന് സുരക്ഷ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ പ്രാഥമിക ആലോചനാ യോഗം ചേർന്നു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ആലത്തൂരിലെ JLG കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത 2 പേരെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടപ്പുഴ പള്ളി സ്റ്റോപ്പിന് സമീപം ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം, ഒരാൾ മരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.